പഴവർഗ്ഗങ്ങളും മറ്റു ചില ആഹാര സാധനങ്ങളും കടിച്ചു തിന്നരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആഹാര സാധനങ്ങൾക്ക് വളരെയേറെ ബഹുമാനം കൊടുക്കുന്നൊരു മതമാണ് ഇസ്ലാം. നമ്മളിങ്ങനെ ഒരു കടിച്ചു തിന്നുന്നതിൽ ഒരു ബഹുമാനക്കുറവ് വരുന്നുണ്ട്. അത് കഷ്ണമായി മുറിച്ച് കഴിക്കുമ്പോൾ അതിൽ ബഹുമാനവും വരുന്നുണ്ട്. ആ ഭക്ഷണം ഇപ്പം നിങ്ങൾ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ആ ഭക്ഷണം അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് ശരീരത്തിന് കിട്ടുന്ന സുഖം, ശരീരത്തിന് കിട്ടുന്ന ദഹന പ്രക്രിയയുടെ ഒരു സന്തോഷം, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അത് നമ്മളങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മാനസിക സുഖം തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലത്തേ കൈ കൊണ്ട് കഴിക്കാൻ പറഞ്ഞത്, നിർത്തി വെള്ളം കുടിക്കാൻ പറഞ്ഞതും, ഇരുന്ന ആഹാരം കഴിക്കാൻ പറഞ്ഞതും ഒക്കെ വെറും ഒരു ബഹുമാനം കൊണ്ട് എന്നതല്ല, നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദഹന പ്രക്രിയകൾക്കൊക്കെ അത് വലിയ സഹായകമാണ്. അതുകൊണ്ട് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കിട്ടിയ ഉടനെ അങ്ങോട്ട് കടിച്ച് തിന്നുക എന്നതിനപ്പുറം അത് കഴുകി അതിനെ കഷ്ണമായി മുറിച്ച് അതിനെ ആദരവോടെ ബിസ്മി പറഞ്ഞ് കഴിക്കുക എന്നത് ഒരു ഇസ്ലാമിക ചര്യയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക. ആ വിഷയം മാന്യമായ രീതിയിൽ പഴമൊക്കെ ആണെങ്കിൽ മുറിക്കാൻ കത്തിയൊന്നും വേണമെന്നില്ല, അതിന് 2 കഷ്ണം കയ്യിൽ വെച്ചാക്കി തന്നെ കഴിക്കാം. നമ്മളൊക്കെ എത്രയോ ഉസ്താദന്മാരെ, എത്രയോ ഗുരുനാഥന്മാരെ അങ്ങനെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കല്ല നമ്മളെ ചിന്ത കൊണ്ടുപോകേണ്ടത്, അതിനകത്തേക്കാണ് ചിന്ത കൊണ്ടുവരേണ്ടത്. നമ്മുടെ മക്കളിൽ, കുടുംബത്തിലൊക്കെ അങ്ങനെ ഒരു നല്ല ശീലം നമ്മൾ വളർത്തിയെടുക്കണം. നാഥൻ അനുഗ്രഹിക്കട്ടെ.